ഒമാനിലെ വിദേശ മൂലധന നിക്ഷേപ നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്താണ് പുതിയ തീരുമാനം. ഗുണമേന്മയുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനൊപ്പം സ്വദേശി സംരംഭകത്വ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പദ്ധതി സഹായിക്കും. ഒമാനി സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനും ചെറുകിട ഇടത്തരം സംരംഭകരെ ശക്തിപ്പെടുത്തുന്നതിനുമാണ് മുൻഗണന. ഗ്രോസറി സ്റ്റോറുകൾ, യൂസ്ഡ് വാഹനങ്ങളുടെ വിൽപ്പന, മൊബൈൽ കഫേ അടക്കം വിദേശികൾക്ക് നിക്ഷേപം നടത്താനാകില്ല. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, സുഗന്ധദ്രവ്യ, ചർമ്മ സംരക്ഷണ സാധനങ്ങൾ, പൊതുപരിപാടികൾക്കാവശ്യമായ സാധനങ്ങൾ വാടകയ്ക്ക് കൊടുക്കൽ, ശുദ്ധജല മത്സ്യകൃഷി എന്നിവയെല്ലാം നിരോധന പട്ടികയിലുണ്ട്. വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയമാണ് തീരുമാനം അറിയിച്ചത്. പദ്ധതികൾ തുടങ്ങുന്നതിന് ഒമാനികൾക്ക് ഇളവ് നൽകും. മാത്രമല്ല, സ്വദേശി പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും തീരുമാനം സഹായിക്കും. 28 വാണിജ്യ പ്രവർത്തനങ്ങൾ കൂടി സ്വദേശിവൽക്കരിച്ചതോടെ 123 വാണിജ്യ സംരംഭങ്ങൾ ഇനി വിദേശികൾക്ക് നിക്ഷേപം നടത്താനാകില്ല. നിലവിൽ 2000-ലധികം വാണിജ്യ വ്യവസായ പ്രവർത്തനങ്ങളിൽ വിദേശികൾക്ക് നിക്ഷേപം നടത്താൻ അവസരമുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.